JRCM, ഗുഡ് RCM. എൻ്റെ പേര് സജിത. ചാലക്കുടി കുറ്റിച്ചിറയിലാണ് വീട്. RCM എന്ന നന്മയിലേക്ക് എന്നെ കൊണ്ടുവന്ന എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സായ സ്റ്റാർ പാലിനോ അച്ചീവേഴ്സായ കവിതാ മാഡം, അനിസാറാണ്. അവർക്ക് വളരെ സ്നേഹത്തോടെ ഈ അവസരം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നല്ലൊരു പുലിട്ട് എന്ന ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ TCG നമുക്കായി തന്ന RCM തന്നതുകൊണ്ടാണ് നമ്മൾ ഇവനെ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ TCGയെ സ്മരിച്ചുകൊണ്ട് എല്ലാ ഗ്രേറ്റ് അപ്ലൈൻ ലീഡേഴ്സിനെയും സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇന്ന് എനിക്ക് ഇവിടെ അവതരിപ്പിക്കാനുള്ള ന്യൂട്രിചാർജ് വുമൺ എന്നൊരു ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ചാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ എന്ന ഒരു ഫുഡ് സപ്ലിമെന്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള സ്ത്രീകൾ വളരെയധികം വളരെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം മറികടക്കാനായിട്ട് നമ്മൾ ന്യൂട്രിചാർജ് വുമൺ എങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന്റെ സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോകാം. ഒരു മിനിറ്റ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും നമുക്കറിയാവുന്നതാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾ ഒരു മൾട്ടി ടാസ്കിങ്, അതായത് ഒരു സമയം തന്നെ പലതരം ജോലികൾ ചെയ്യാനുള്ള ഒരു കഴിവ് ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാനുള്ള ആ ഒരു കഴിവ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവളത് നല്ല രീതിയിലുള്ള പോഷകങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ആരോഗ്യമുള്ള ഒരു സൗന്ദര്യമുള്ള ഓരോ സ്ത്രീകളെയും നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു RCMന്റെ ഒരു ഒബ്ജക്റ്റീവാണ്, ലക്ഷ്യമാണ് വുമൺ എംപവർമെന്റ്, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. അവരെ നല്ല രീതിയിൽ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ഇതിന്റെ ലക്ഷ്യമാണ്. അതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോൾ നമുക്കറിയാം ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ പോഷണം അല്ലെ. പോഷണം എന്ന് പറയുന്നത് നമുക്ക് ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും വികാസത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതായത് പോഷണം എന്ന് നമ്മുടെ ശാരീരികവും മാനസികപരമായിട്ടുള്ള വികാസം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മുടെ പഴയകാലം നമ്മുടെ കുട്ടികളായിരുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ വീടുകളിൽ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായും ഒരേ തരത്തിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ എല്ലാവരും ഒരേപോലുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു കൗമാരപ്രായമാകുന്ന സമയത്ത് പെൺകുട്ടികളുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ. അപ്പൊ അത് ഉതകുന്ന രീതിയിലുള്ള പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് പ്രത്യേകിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അത് ആൺകുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് സാധാരണ നമുക്ക് അറിയാവുന്നതാണ്. പെൺകുട്ടികൾക്ക് 13-14 വയസ്സിലാണ് നമുക്ക് ആർത്തവ ചക്രം തുടങ്ങുന്നത്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് എന്താണ്, അവരുടെ ശരീരത്തിൽ പല പല ആന്തരികമായിട്ടുള്ള മാറ്റങ്ങളും ബാഹ്യമായ മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഗർഭപാത്രം എന്നൊരു അവയവമുണ്ട്, അതിന്റെ വികാസങ്ങൾ സംഭവിക്കുന്നു. അതുപോലെ അണ്ഡാശയത്തിന് വികാസം സംഭവിക്കുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ പതുക്കെ പതുക്കെ തുടങ്ങുന്നു. അതിലൂടെയാണ് ആർത്തവ ചക്രം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇത് മെൻസസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ തുടങ്ങി കഴിയുമ്പോൾ എല്ലാ മാസവും 28 ദിവസം കൂടുമ്പോൾ അവളുടെ ശരീരത്തില് ഹീമോഗ്ലോബിൻ, രക്തത്തിലൂടെ ഹീമോഗ്ലോബിൻ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഹീമോഗ്ലോബിൻ നഷ്ടപ്പെടുന്നതിലൂടെ അത് തിരിച്ച് ശരീരത്തിലേക്ക് കിട്ടുന്ന രീതിയിൽ അത് റീപ്ലനിഷ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ പോഷകഘടകങ്ങൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സാധാരണയായി പെൺകുട്ടികൾ അത് ശരിയായ ഭക്ഷണ രീതികൾ അവലംബിക്കാത്തത് കാരണം തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവായിട്ട് വരും. അത് പല പല അസുഖങ്ങളിലേക്കും നീങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് പറയാം, നമുക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ അവൾക്ക് പെൺകുട്ടിക്ക് അനീമിയ എന്ന് പറയും, അനീമിയയിലെ വിളർച്ച എന്ന് നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന കേട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ. അതെന്താണ് ശരിക്കും, നമ്മുടെ ശരീരത്തിലെ രക്താണുക്കളിൽ ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ, ഇരുമ്പിന്റെ അംശം കുറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് ശരിയായ പോഷക ന്യൂനത കൊണ്ട് വരുന്നതാണ്. അത് നമുക്ക് ശരിക്കും അറിയില്ല. ഇപ്പൊ നമ്മുടെ പഠനങ്ങൾ കാണിക്കുന്ന ഇന്ത്യയിലെ 53% സ്ത്രീകളിലും എന്താണ്, അനീമിക്കാണ്, അതായത് വിളർച്ചയുള്ളവരാണ് അല്ലെ. 53%. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്ത്രീകളുടെ ജനസംഖ്യ നോക്കുമ്പോൾ പകുതിയിൽ കൂടുതൽ സ്ത്രീകൾ അനീമിക്കാണ്, വിളർച്ചയുള്ളവരാണ്. അതിനകത്ത് ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള ഘട്ടം എന്ന് പറയുന്ന ഗർഭിണികളായ സ്ത്രീകൾ 50%, പകുതി സ്ത്രീകളും അനീമിക്കാണ്, അതായത് ഇരുമ്പിന്റെ അംശം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ ലെവല് കുറവാണ്. അപ്പൊ നമുക്ക് ഈ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് മാനസികമായിട്ടും ശാരീരികപരമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും സ്ത്രീകളിൽ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ബ്രീത്തിങ്, അതായത് നമ്മുടെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ശരിക്കും നമ്മൾ ആലോചിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, നമുക്ക് വിളർച്ച വന്നാൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ടോ. അത് ബ്രീത്തിങ്ങില് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്.
അതുപോലെ തന്നെ തലകറക്കം, അതായത് ബ്ലഡ് കുറവ് വരുന്ന നമുക്ക് തലകറക്കം ഒക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അടുത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് തലവേദന. ഇത് ശരിക്കും എന്താ പറഞ്ഞാൽ തലച്ചോറിന് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതായത് ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജനെ കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത്. അപ്പൊ തലച്ചോറിലേക്ക് ശരിയായ രക്തപ്രവാഹം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് തലവേദന, തലകറക്കം എന്നല്ല പറയുന്ന ബുദ്ധിമുട്ടുകൾ. അടുത്താണ് സ്ത്രീകൾ എപ്പോഴും പറയുന്നത്, എന്റെ എപ്പോഴും മുടി കൊഴിയുന്നുണ്ടെന്ന് അറിയില്ലേ. മുടി കൊഴിച്ചിൽ വരുന്നതിന് പ്രധാന കാരണം അയണിന്റെ ഡെഫിഷ്യൻസി, അഭാവം മൂലമാണ് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നത്. അടുത്ത് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡ്രൈ സ്കിൻ, വരണ്ട ചർമ്മം. വരണ്ട ചർമ്മം നമ്മുടെ ശരീരത്തിലെ തൊലി ഒരു ചുക്കി ചുളിഞ്ഞ അല്ലെങ്കിൽ ഉണങ്ങിയ മാതിരി ഇരിക്കുന്ന ഒരു അവസ്ഥ, അതും നമ്മുടെ ഹീമോഗ്ലോബിന്റെ കുറവ് കൊണ്ടുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് കുട്ടികളെ, ഒരു വിളർച്ചയുള്ള ഒരു പെൺകുട്ടി മുതിർന്ന സ്ത്രീയായി കല്യാണം കഴിച്ച് വേറൊരു കുടുംബത്തിലേക്ക് പോയി ഒരു കുട്ടിയെ കൺസീവ് ചെയ്യാനുള്ള ഒരു ഗർഭധാരണത്തിനുള്ള ഒരു സാധ്യത കുറയുന്ന ഒരവസ്ഥയും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കറിയാം ആ പെൺകുട്ടിയായിരിക്കും ആ പെൺകുട്ടിക്കും മറ്റുള്ളവർക്കും കുടുംബാംഗങ്ങൾക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണങ്ങൾ തന്നെയായിരിക്കും അപ്പോഴും കൊടുക്കുന്നതെങ്കിൽ ആ ഒരു അവസ്ഥ അവളുടെ ആ ഒരു ശരീരത്തിന്റെ പോഷക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് പല രീതിയിലുള്ള മറ്റുള്ള ദുരവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രീതി വരും. അപ്പോൾ അതൊരു എഫക്റ്റ് ഓഫ് ഹോർമോണൽ ചേഞ്ച്, അതായത് സ്വാഭാവികമായ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട ഹോർമോൺസ് ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് തന്നെ ദേഷ്യം വരിക, പെട്ടെന്ന് കരച്ചിൽ വരിക, പിന്നെ ശാന്തമായിട്ടിരിക്കുക. അങ്ങനെ ഒരു ശരിക്കും ഏതാണ് ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഒരു വരുന്നതാണ് അതിനെ തുടർന്ന് പിന്നെ ആങ്കർ, അതുപോലെ ദേഷ്യം വരിക, ആങ്സൈറ്റി. ദേഷ്യം വന്നതെന്ന് ഒരാളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി എന്താണോ അതിനെക്കുറിച്ച് പിന്തുടർന്ന് എന്താണ് ഉണ്ടാകുന്നത് എന്നാലോചിച്ച് പിന്നെ അവർക്ക് സ്ട്രെസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ഇറിറ്റബിലിറ്റി, അതായത് അവർക്ക് വളരെ എന്താ പറയുക ശരീരത്തിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുകൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അടുത്ത വരുന്നതാണ് നമുക്ക് പ്രീ മെൻസ്ട്രൽ പെയിൻ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഹീമോഗ്ലോബിൻ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അതിന് തുടർന്ന് തന്നെ നമുക്ക് പറയാം PMS അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രൽ പെയിൻ എന്ന് പറയാം. അതായത് മെൻസസിന് മുമ്പായിട്ട് പല ശാരീരിക ബുദ്ധിമുട്ടുകളും ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അതായത് 1 തൊട്ട് 7 ദിവസം വരെയാണ് സാധാരണ സ്ത്രീകളിൽ മെൻസ്ട്രൽ പീരീഡ് ഉണ്ടാകുന്നത്. അതിന് ഓരോ ദിവസം വളരെ വേദനാജനകമായിട്ട് അവർക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ വരുന്നതാണ് നമുക്ക് യൂട്രസിൽ പെയിൻ വരാൻ, അതായത് നമുക്ക് മെൻസസിന്റെ സമയത്ത് സ്ത്രീ ശരീരത്തിൽ 2 തരം ഹോർമോൺ, അതായത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 തരം ഹോർമോണുകൾ ഉണ്ടാകുന്നുണ്ട്. അത് ഒരേപോലെ താഴേക്ക് പോയാൽ മാത്രമേ ആ കെട്ടിക്കിടക്കുന്ന ബ്ലഡ് യൂട്രസിൽ നിന്ന് പുറത്തേക്ക് സുഗമമായിട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് മൂലം അത് സാധിക്കാതെ വരുമ്പോൾ യൂട്രസിൽ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേ തുടർന്ന് സാഡ്നസ്, വിഷാദം ഉണ്ടാകാം അവർക്ക്. അതുപോലെ തന്നെ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വിഷാദ രോഗം തന്നെയാണ് വരുന്നത്, അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ പഠിക്കുന്ന കുട്ടിക്ക് അവൾ പഠിക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ ചെലുത്തി പഠിക്കാനായിട്ട് സാധിക്കില്ല. ഹോം മേക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് വീട്ടിൽ ശരിയായി ജോലികൾ ചെയ്യാൻ പറ്റില്ല. ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആ ജോലി നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു അവസ്ഥ വരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, സ്ത്രീകള് മെൻസസ് ആയി കഴിഞ്ഞാൽ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ അവരെ മാറ്റിയിരുത്തുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ കാലത്ത് അത് നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. കാരണം പെൺകുട്ടികളായാലും സ്ത്രീകളായാലും സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ജോലിക്കും പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവിടെ എവിടെയാണോ അവൾ പോകുന്നത് അവിടെ അവൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കണം. പക്ഷെ നമുക്ക് പോഷക ന്യൂനത കൊണ്ട് അതുകൊണ്ട് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വീട്ടമ്മമാർക്കും അവരുടെ ഡെയിലി റുട്ടീനായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഹീമോഗ്ലോബിന്റെ ഒരു അനീമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇതിലെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്ന എന്തിലേക്കാണ്? നമ്മൾ ശരിക്കും ശരിയായ പോഷണ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അവരെ കഴിപ്പിച്ച് മാത്രമേ നമുക്ക് അത് നികത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മളത് സപ്ലിമെന്റ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് നമ്മൾ എത്തുന്നത്.
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ചെറിയ സ്പെഷ്യൽ ആയിട്ട് ബൊട്ടാണിക്കൽസ്, പച്ചമരുന്നുകൾ, ഔഷധ ചെടികളും പലതരം ഇമ്പോർട്ടൻ്റ് ആയ ന്യൂട്രിയൻസ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ന്യൂട്രിചാർജ് വുമണിലുള്ള ഇതെല്ലാ കാര്യങ്ങളും ഉണ്ട്. ബൊട്ടാണിക്കൽസ്, അമിനോ ആസിഡ്, അതുപോലെ തന്നെ 13 വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം വരുന്നുണ്ട്. അതിന്റെ ഒരു ശരിയായ പ്രവർത്തന രീതി കൊണ്ട് ഹെൽത്തി സ്കിൻ, ആരോഗ്യപരമായ ത്വക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ ആക്റ്റീവായിട്ട് എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകുന്നു. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ എല്ലായിടത്തും അല്ലെ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും യുവത്വം നിലനിർത്താനായിട്ട്, സ്ത്രീകൾ, സൗന്ദര്യമില്ലാത്ത ഒരു സ്ത്രീകളും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പറയാം, സൗന്ദര്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ന്യൂട്രിചാർജ് വുമൺ ഉപയോഗിക്കണമെന്ന് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനായിട്ട്, സജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് നിലനിൽക്കാനായിട്ട് ന്യൂട്രീഷൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് RDA, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന യുടെ ആ ഒരു കണക്ക് പ്രകാരം RDA, അതായത് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, നമ്മളത് ആദ്യ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. അപ്പോ ഒരു സ്ത്രീക്ക് പുരുഷനെ സംബന്ധിച്ച് കുറച്ചും കൂടി അധികമായിട്ടുള്ള ന്യൂട്രീഷന്റെ ആവശ്യമുണ്ട്. അതിനകത്ത് വരുന്ന വൈറ്റമിൻ സി നമുക്കറിയാം RDA പ്രകാരം 40 മില്ലിഗ്രാം, സിങ്ക് 10 മില്ലിഗ്രാം ആണ് വേണ്ടത്. അതുപോലെ വൈറ്റമിൻ B1 1.1 മില്ലിഗ്രാം ആണ് വേണ്ടത്. അതുപോലെ ഫോളിക് ആസിഡ് 200 മൈക്രോഗ്രാം ആണ്. അതിനകത്ത് ഏറ്റവും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത് നമുക്കറിയാം അയൺ 21 മില്ലിഗ്രാം നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന അനീമിയ ആണ് ഏറ്റവും വലിയൊരു ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞ സ്ത്രീകൾ കാണുന്നത്. അപ്പൊ അയൺ 21 മില്ലിഗ്രാം ഉണ്ടെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഈ വണ്ടർഫുൾ ആയിട്ട് ഫുഡ് സപ്ലിമെന്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള മൾട്ടി മിനറൽ, മൾട്ടി വൈറ്റമിൻ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ആണ്. ഇതിനകത്ത് 13 വിറ്റമിൻസ് വരുന്നുണ്ട്, 13 മിനറൽസ് വരുന്നുണ്ട്, 13 ഫ്രൂട്ട് ബ്ലെൻഡ് വരുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, നമുക്ക് 5 അമിനോ ആസിഡ് വരുന്നുണ്ട്, 6 ബൊട്ടാണിക്കൽസ് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് എപ്പോഴും പ്രത്യേകതയായിട്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ട് പറയുന്ന കാര്യമാണ് 6 ബൊട്ടാണിക്കൽസ്. അതായത് ലൈക്കോപ്പിൻ വരുന്നുണ്ട്. ലൈക്കോപ്പിൻ നമ്മുടെ തക്കാളിയിൽ നിന്നാണ് എടുക്കുന്നത്. ല്യൂട്ടിൻ ചെണ്ടുമല്ലിപ്പൂവിൽ നിന്നാണ് എടുക്കുന്നത്. അതുപോലെ ഗ്രീൻ ടീ എക്സ്ട്രാക്ട്, നമുക്ക് ഗ്രീൻ ടീ നമുക്ക് വേറെ സ്പെഷ്യൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് ഉണ്ട്. അതുപോലെ സ്റ്റാർ ഫ്ലവർ ഉണ്ട്, ഈവനിങ് പ്രൈമറോസ് ഉണ്ട്, അതായത് ഫ്ലാക്സീഡ് എക്സ്ട്രാക്ട് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓരോ ബൊട്ടാണിക്കൽസും എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെയാണ് ലൈക്കോപ്പിൻ. ലൈക്കോപ്പിൻ എന്ന് പറയുന്ന നമ്മുടെ ഡയബറ്റിക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതായത് പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിൽ നിന്ന് അത് വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ പോലും എന്താ പറയുക, ഹൃദയ സംബന്ധമായ പല അസുഖങ്ങളും വരുന്നുണ്ടല്ലേ തെറ്റായ ഭക്ഷണ രീതി കൊണ്ട്. അപ്പൊ ഹൃദയ ആരോഗ്യത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ അകാല വാർദ്ധക്യം, അതായത് പ്രായമാവാതെ തന്നെ അവർക്ക് പ്രായം വരുന്നുണ്ടെങ്കിൽ അതിനെ തടയാനായിട്ട് നമ്മുടെ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു ബൊട്ടാണിക്കൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈക്കോപ്പിൻ ഒരു പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലെ. നമ്മുടെ കോശങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നതിൽ നിന്ന് തടയുന്നതിന് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ബൊട്ടാണിക്കൽ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ അടുത്ത വരുന്ന ഒരു ബൊട്ടാണിക്കലാണ് ലൂട്ടിൻ. ലൂട്ടിനും ആന്റി ഓക്സിഡന്റ് ആണ്. ഈ ലൂട്ടിൻ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂവിൽ വരുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്. അത് ലൂട്ടിൻ നമ്മുടെ കണ്ണിനെയും തൊലിയെയും, അതായത് സ്കിന്നിനെയും നല്ല ആരോഗ്യപരമായിട്ട് സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ബെനിഫിഷ്യൽ ബൊട്ടാണിക്കൽ നമ്മൾ ലൂട്ടിൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഫ്രീ റാഡിക്കൽ ഡാമേജിനെ തടയാനായിട്ട് തടയുന്നുണ്ട്. അതുപോലെ നമ്മുടെ കണ്ണിന് സോളാർ റേഡിയേഷൻ, അതായത് നമ്മൾ എപ്പോഴും സൂര്യരശ്മികളിൽ നിന്ന് വരുമ്പോൾ ബ്ലൂ റേസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന മൊബൈല്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, അതുപോലെ LED ബൾബ്, ഇതിൽ നിന്നെല്ലാം ബ്ലൂ റേസ് വരുന്നത്. അതിന് ഏറ്റവും തരംഗദൈർഘ്യം കുറവാണ്, പക്ഷെ നമ്മുടെ കണ്ണിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനായിട്ട് ലൂട്ടിൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ കണ്ണിനെ സംരക്ഷിക്കാനായിട്ട് ലൂട്ടിൻ സഹായിക്കുന്നു. അടുത്തൊരു ബൊട്ടാണിക്കലാണ് ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ശരീരത്തിലെ അമിതമായ കൊഴുപ്പ്, അറിയാം സ്ത്രീകൾക്കാണെങ്കിലും തെറ്റായ ഭക്ഷണ രീതികൾ, വ്യായാമ കുറവ് കൊണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കും അല്ലെ. അതായത് കൂടുതലും കാർബോഹൈഡ്രേറ്റ്, ഓയിലൊക്കെ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ്, നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വരും. അപ്പൊ ആ കൊഴുപ്പിനെ
കുറയ്ക്കാനായിട്ട്, കത്തിച്ച് കളയാനായിട്ട് ഗ്രീൻ ടീ നമ്മുടെ എക്സ്ട്രാക്റ്റിന് സഹായിക്കുന്നു. അതുപോലെ നമുക്ക് സ്റ്റാമിന, അതായത് എനർജി ലെവല് കൂട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ഗ്രീൻ ടീയിൽ നമുക്ക് പിന്നെ വേറെ നമുക്ക് തരുന്ന ഗുണങ്ങളാണ് നമ്മുടെ മെറ്റബോളിസം, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിച്ച് അതിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് സ്വാംശീകരിച്ച് നമ്മുടെ കോശങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് മെറ്റബോളിസം. അത് കൂട്ടാനായിട്ട് ദഹനത്തെ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ഗ്ലൂക്കോസ് ലെവലിനെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ മെന്റൽ അലേർട്ട്നെസ്, അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നല്ല ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബൊട്ടാണിക്കലാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അടുത്താണ് നമുക്ക് അറിയാം സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്. അതല്ലേ, നമുക്ക് ശരിക്കും സ്ത്രീകൾക്ക് എപ്പോഴും പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയുന്നത് മെൻസസിനോടനുബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടല്ലേ. അപ്പൊ അതിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു ബൊട്ടാണിക്കയാണ് സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട്, അല്ലെങ്കിൽ നക്ഷത്രപ്പൂ എന്ന് പറയും. അതുപോലെ തന്നെ വയറുവേദന, കണ്ടില് വേദന, അങ്ങനെ മെൻസസിന് അനുബന്ധിച്ച് വരുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു. അതുപോലെ സ്കിന്ന്, നമ്മുടെ ത്വക്ക് ഡ്രൈ ആവാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. അടുത്ത് വരുന്ന ഒരു ബൊട്ടാണിക്കലാണ് ഈവനിങ് പ്രിംറോസ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ത്വക്കിനെ ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ യൂട്രസിൽ, ഓവറിയിലുള്ള ഫൈബ്രോയിഡ്സിനെ ക്ലിയർ ചെയ്യാനും സഹായിക്കുന്നതാണ് ഈവനിങ് പ്രിംറോസ് എന്ന് പറയുന്നത്. ഇത് മെൻസ്ട്രൽ റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലംസിനെ കുറയ്ക്കുന്ന, ആ സമയത്ത് നമുക്ക് ബ്രസ്റ്റ് പെയിന് ഒക്കെ ഉണ്ടാവും, അതുപോലെ വയറുവേദനയൊക്കെ ഉണ്ടാവും അല്ലെ, പല ബുദ്ധിമുട്ടുകൾ ഇതിനെ കുറയ്ക്കാനായിട്ട് ഈവനിങ് പ്രിംറോസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്ത ലാസ്റ്റ് ആറാമത്തെ ഒരു ബൊട്ടാണിക്കലാണ് ഫ്ലാക്സ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ BP കുറയ്ക്കാനായിട്ട്, BP റെഗുലറൈസ് ചെയ്ത്, അതായത് ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡിന്റെ, അതായത് ചണവിത്തിന്റെ എക്സ്ട്രാക്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ റെഗുലറൈസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, അതായത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും ഫ്ലാക്സ് സീഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൂടി നമ്മൾ ആദ്യം പറഞ്ഞു 13 വിറ്റമിൻസ്, 13 മിനറൽസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് മിനറൽസും അതുപോലെ വൈറ്റമിൻസും കൂടി അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന 7 ആന്റി ഓക്സിഡന്റുകൾ വരുന്നുണ്ട്. അതിനകത്ത് വൈറ്റമിൻ A, വൈറ്റമിൻ C, വൈറ്റമിൻ E, അതുപോലെ സെലേനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്, ഇങ്ങനെ 7 ആന്റി ഓക്സിഡന്റുകൾ ചേർന്ന് നമ്മളെ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത്? നമ്മുടെ ഫ്രീ റാഡിക്കൽസ്, നമ്മുടെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ഉപദ്രവകരമായിട്ടുള്ള വിഷാംശമുള്ള ഫ്രീ റാഡിക്കൽസിനെ നിന്ന് സംരക്ഷിക്കും നമ്മുടെ കോശങ്ങളെ. അതുപോലെ തന്നെ ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ, നമുക്കറിയാം പ്രമേഹം എന്നൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് പല കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ അതിന്റെ സങ്കീർണതകളെ കുറയ്ക്കാനായിട്ട് നമ്മൾ 7 ആന്റി ഓക്സിഡന്റ് സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ E, നമുക്കറിയാം, നമുക്ക് കാഴ്ചശക്തിയെ സഹായിക്കുന്ന ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ C രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. അതുപോലെ വൈറ്റമിൻ E എന്ന് പറയുന്ന ബ്യൂട്ടി വിറ്റമിൻ ആണ് അല്ലെ, നമ്മുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ്. സെലേനിയം, ക്രോമിയം, മാംഗനീസ്, സിങ്ക്, ഇങ്ങനെ 7 ആന്റി ഓക്സിഡന്റുകൾ നമ്മൾ ഒരുമിച്ച് ഈ 2 കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. പിന്നെയാണ് 13 ഫ്രൂട്ട് ബ്ലെൻഡ് പറഞ്ഞു. ഇത് നമുക്കറിയാം, സ്ത്രീകള് പൊതുവെ പഴങ്ങള് കഴിക്കാൻ താല്പര്യമില്ലാതെ, അവർക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരമോ കഴിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ 13 ഫ്രൂട്ട് ബ്ലെൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളിൽ തടയാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും ന്യൂട്രിചാർജ് മാനിൽ നിന്ന് നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കും നമുക്ക് നോക്കാം. അതായത് ആദ്യമേ പറഞ്ഞു 21 മില്ലിഗ്രാം അയൺ വരുന്നു. നമ്മൾ രാജ് സാർ പറയുന്നത് പോലെ 1 കിലോ ചീര നമ്മൾ വാങ്ങിച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് 21 മില്ലിഗ്രാം അയൺ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ആ 1 കിലോ ചീര കഴിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ അത് ദഹിച്ച് അതിൽ നിന്നുള്ള ആ 21 മില്ലിഗ്രാം അയൺ സ്വാംശീകരിക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. അപ്പോ 21 മില്ലിഗ്രാം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സ്വാംശീകരിക്കുന്ന, ആഗിരണം ചെയ്യാനുള്ള ഒരു നല്ലൊരു ഫോമിലാണ് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറയുന്ന ഒരു ഫോമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആളുകളോട് പറയുമ്പോൾ അവരോട് ചോദിക്കും, പലരും പറയും ഞാൻ അയൺ ഗുളിക കഴിക്കുന്നുണ്ട്, അവിടെ നിന്ന് അലോപ്പതി മെഡിസിൻ ആയിട്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഫെറസ് സൾഫേറ്റ് എന്നൊരു ഫോമിലായിരിക്കും. ഫെറസ് സൾഫേറ്റ് എന്നൊരു ഫോം നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായി ആഗിരണം ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തില്ല. അപ്പോൾ അവരോട് ചോദിക്കുക, നിങ്ങളത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഇല്ല എന്നായിരിക്കും അവരുടെ മറുപടി. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യില്ല, അത് പുറത്തേക്ക് പുറന്തള്ളുകയാണ് വേസ്റ്റിലൂടെ പോവുകയാണ്, ശരീരം ആഗിരണം ചെയ്യില്ല. പക്ഷെ നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് എന്ന് പറഞ്ഞ ഒരു ബയോ അവൈലബിൾ ഫോമിലാണ് അയൺ വന്നിരിക്കുന്നത്.
അതുപോലെ 13 ഫ്രൂട്ട് ബ്ലെൻഡ് വരുന്നുണ്ട്. അതുപോലെ ഈവനിങ് പ്രിംറോസ്, സ്റ്റാർ ഫ്ലവർ എക്സ്ട്രാക്ട് മെൻസ്ട്രൽ പ്രോബ്ലംസ് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ കാൽസ്യം, മഗ്നീഷ്യം, അത് സ്ത്രീകളുടെ എപ്പോഴും എല്ല് തേയ്മാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മെനോപോസ് വരുമ്പോഴും അനുബന്ധിച്ചും അവർ ശരിയായ പോഷകങ്ങൾ എടുത്തില്ലെങ്കിൽ ഒരു ശരീര എല്ലിന് ആരോഗ്യം കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാൽസ്യം, മഗ്നീഷ്യവും കൂടി നമ്മുടെ ബോൺ ഹെൽത്തിനെ സഹായിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് ന്യൂട്രിചാർജ് മാനിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂട്രിചാർജ് വുമണിൽ കാണുന്ന കാര്യങ്ങൾ. അത് അടുത്ത് വരുന്നതാണ് 5 അമിനോ ആസിഡ് വരുന്നുണ്ട്. ട്രിപ്റ്റോഫാൻ, എൽ ലൈസിൻ, എൽ കാർണിറ്റൈൻ, ഫിലനൈൻ, എൽ അർജിനിൻ എന്ന് പറയുന്ന 5 അമിനോ ആസിഡ് വരുന്നുണ്ട്. എന്താ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡ് കൺട്രോളിങ് മൂഡ് സ്വിങ്, നമുക്ക് സ്ത്രീകൾക്ക് പല എന്താ പറയുക പെട്ടെന്ന് അവരുടെ സ്വഭാവങ്ങളിൽ ഒരു വ്യതിയാനം വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടാനും ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്താണ് എൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. ഇത് ശരിക്കും എങ്ങനെ സഹായിക്കും? നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ 21 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട് അല്ലെ. അപ്പൊ ആ കാൽസ്യം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ, ആഗിരണം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് എൽ ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ രാസാഗ്നികളുണ്ട്, ഹോർമോൺസ് ഉണ്ട്, ആന്റിബോഡീസ് ഉണ്ട് അല്ലെ. ഇത് മൂന്നിന്റെയും നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള അമിനോ ആസിഡാണ് എൽ ലൈസിൻ. കാൽസ്യം അബ്സോർപ്ഷന്, അതായത് കാൽസ്യത്തിന്റെ ആഗിരണത്തിന് സഹായിക്കുന്നു. അതുപോലെ എൻസൈമുകൾ, ഹോർമോൺ, ആന്റിബോഡീസ്, ഇത് മൂന്നും നിർമ്മാണത്തിനും നമ്മുടെ എൽ ലൈസിൻ സഹായിക്കുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് എൽ കാർണിറ്റൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു അമിത ക്ഷീണം, സ്ത്രീകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വയ്യ എന്നുള്ളത് അല്ലെ. അപ്പൊ ഒരു അമിതമായിട്ടുള്ള ക്ഷീണം കുറയ്ക്കുന്നു. അതെങ്ങനെയാണ്? നമ്മുടെ ശരീരത്തിലെ ഫാറ്റിന്റെ ആ ഒരു അളവിനെ കുറച്ചുകൊണ്ട് നമുക്ക് അമിത ക്ഷീണത്തെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ മസിൽ മാസ്, നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ ആ ഒരു അളവിനെ കൂട്ടുന്നു. അതുപോലെ ഫിസിക്കലും മെന്റലും, അത് ശാരീരികപരവും മാനസികപരമായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് എൽ കാർണിറ്റൈൻ സഹായിക്കുന്നു. അടുത്താണ് ഫിനലൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ്. ഇത് എങ്ങനെയാണ് നമ്മൾ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഡിപ്രഷൻ, വിഷാദത്തിലേക്ക് പോകാതെ നമുക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു അമിനോ ആസിഡാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ മൈഗ്രെയിൻ അല്ലെ, ഭയങ്കരമായ ചെന്നിക്കുത്ത് എന്ന് പറയും, ഭയങ്കര തലവേദന, അതിൽ നിന്ന് മൈഗ്രെയിൻ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുമ്പോൾ പല സ്ത്രീകളും പറയുന്നുണ്ട് അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു തലവേദന മാറി എന്ന് പറയാം. അതായത് ഫിനലൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ് അതിന് സഹായിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന വാതരോഗങ്ങൾ, അതുപോലെ മെൻസ്ട്രൽ പെയിൻ, അത് മെൻസിനെ സംബന്ധിച്ചുണ്ടാകുന്ന അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വേദനയെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. അടുത്തൊരു അമിനോ ആസിഡ് എൽ ആർജിനൈൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെടുന്നതിനെ തടയാനായിട്ട് എൽ ആർജിനൈൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 5 അമിനോ ആസിഡുകൾ വരുന്നത്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഒന്നും കൂടി ന്യൂട്രിചാർജ് വുമണിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഹീമോഗ്ലോബിൻ ലെവൽ എപ്പോഴും കൂട്ടാനായിട്ട് സഹായിക്കുന്ന ബെനിഫിറ്റ്സ് ആണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. അപ്പൊ ഇൻക്രീസസ് ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ നമുക്കത് ആ വാക്ക് കേൾക്കുമ്പോൾ അറിയാം, അതൊരു അയൺ റിച്ച് ആയിട്ടുള്ള, ഇരുമ്പിന്റെ അംശം കൂടുതലുള്ള ഒരു പ്രോട്ടീൻ ആണ്. ഇത് കാണുന്നത് എവിടെയാണ്? RBCയിൽ, അതായത് റെഡ് ബ്ലഡ് സെൽ, ചുവന്ന രക്താണുക്കൾ കാണുന്ന ഇരുമ്പിന്റെ അംശം കൂടിയ ഒരു പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും രക്തത്തിന്റെ നിർമ്മാണത്തിന് അയൺ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ശരിയായ പോഷകങ്ങൾ എടുക്കാത്ത പെൺകുട്ടികളോ സ്ത്രീകളാണെങ്കിൽ അവരുടെ ശരീരത്തിലെ മെൻസസ് എന്നൊരു പ്രക്രിയ നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ബ്ലഡ് ലോസ് ഉണ്ടാവില്ല, രക്തനഷ്ടം ഉണ്ടാകും. അതിൽ കൂടി അവർക്ക് അയണിന്റെ ആ ഒരു ന്യൂനത ഒക്കെ അവരുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകും. സാധാരണയായ ഒരു പീരിയഡ്സിന്റെ സമയത്ത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് 1.6 മില്ലിഗ്രാം അയൺ, ഇരുമ്പിന്റെ അംശമാണ് നഷ്ടപ്പെടുന്നത് അല്ലെ. അപ്പോ ഇത് ഈ 1.6 മില്ലിഗ്രാം അയൺ ഡെയിലിയാണ് ആ ഒരു മെൻസസിന്റെ പീരീഡ് സമയത്ത് നഷ്ടമാകുന്നത്. നമ്മൾ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് ഭക്ഷണങ്ങൾ കഴിച്ചില്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്ന വലിയ ഒരു അസുഖങ്ങളിലേക്ക് അവളെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറഞ്ഞ അയണിൽ 21 മില്ലിഗ്രാം അയനാണ് വരുന്നത്. ഇത് ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫെറസ് ബിസ്ഗ്ലൈസിനേറ്റ് ശരിക്കും ഒരു 90% നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാവുന്ന ഒരു നല്ലൊരു അവസ്ഥയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അനീമിയുടെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് പറഞ്ഞു. മുടി കൊഴിച്ചിൽ വരുന്നുണ്ട്,
അതുപോലെ ഡള്ള് സ്കിന്നായിട്ട് വരുന്നത്, ഇറിറ്റബിലിറ്റി, അതുപോലെ എപ്പോഴും ക്ഷീണം, അതുപോലെ മാനസികം ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനീമിയ എന്നൊരു അവസ്ഥയിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റിൽ 200 മില്ലിഗ്രാം കാൽസ്യമാണ്, അതായത് നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് പാലിന് തുല്യമായ കാൽസ്യമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് വുമണെ കുറിച്ച് സ്ത്രീയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ ഫാമിലിയിൽ ഡിസിഷൻ മേക്കർ ആരാണ് തീരുമാനം എടുക്കുന്നത് എന്ന് പറയുന്ന അവരോട് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് 21 മില്ലിഗ്രാം അയൺ ഉണ്ട്, അതുപോലെ 200 മില്ലിഗ്രാം കാൽസ്യം ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ അടുത്തുള്ള ബെനിഫിഷ്യൽ ന്യൂട്രിയൻസ്, അതായത് പല ന്യൂട്രിയൻസും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ടല്ലേ. അതിന്റെ വിറ്റാമിൻ വരുന്നുണ്ട്, കാൽസ്യം, ബോറോൺ, സിലിക്കോൺ ഇവയെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിനെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വേറൊരു ബെനിഫിറ്റ്സ് പറയാനാണ്, നമുക്ക് എപ്പോഴും നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും, അതുപോലെ സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും, അതുപോലെ നമുക്ക് പ്രിമച്ചർ സൈൻസ്, അതായത് നമുക്ക് പോഷക ന്യൂനത കൊണ്ട് നമ്മുടെ ത്വക്കിനുണ്ടാകുന്ന ഒരു അകാല വാർദ്ധക്യത്തിന്റെ പല അടയാളങ്ങളെ ഇല്ലാതാക്കാനായിട്ട് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്ന ഫുഡ് സപ്ലിമെന്റ് ഉപയോഗം സഹായിക്കുന്നുണ്ട്. പിന്നെയാണ് മൂഡ് സ്വിങ്ങിന്, അതായത് നമ്മുടെ സ്വഭാവം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നല്ല ഉറക്കം കിട്ടാനും സഹായിക്കുന്നതാണ്. ഫൈറ്റോ ന്യൂട്രിയൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതായത് നമുക്കറിയാം 13 ഫ്രൂട്ട് ബ്ലെൻഡ് വരുന്നുണ്ട് അതിനകത്ത്. പോംഗ്രാനൈറ്റിന്, ബ്ലൂബെറിയും നമുക്ക് ഫൈറ്റോ ന്യൂട്രിയൻസ് ആണ്. അതുപോലെ മിനറൽസിൽ കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, അതുപോലെ വൈറ്റമിൻ ഇ, ഇതെല്ലാം നമുക്ക് ശരീരത്തിന് ബെനിഫിഷ്യൽ ആയിട്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള പോഷകങ്ങളാണ്. അതുപോലെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും പറയാം മുടി വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ നല്ലൊരു നീണ്ട ആരോഗ്യപരമായ മുടി ഉണ്ടാകുന്നതിനും നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെയുള്ളതാണ് ബ്യൂട്ടിഫുൾ നെയിൽ, അതായത് നല്ല മനോഹരമായ ആകർഷകരമായിട്ടുള്ള നഖമുണ്ടാകുന്നതിനും ന്യൂട്രിചാർജ് വുമൺ സഹായിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ്, അതായത് നമുക്ക് ന്യൂട്രിചാർജ് വുമണെ കുറിച്ച് നമുക്ക് എസ്പെഷ്യലി നമുക്ക് പറയാനായിട്ട് പ്രത്യേക സവിശേഷതകളാണ്. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡ് ആണ്, അതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ വിഴുങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അതൊരു പാക്കറ്റിൽ, ഒരു ബോക്സിൽ 30 ടാബ്ലറ്റ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് നമുക്ക് അലു പാക്കേജിങ്ങിലാണ്, വെജിറ്റേറിയൻ ടാബ്ലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രാവശ്യം എടുത്ത് ഒരു സ്ട്രിപ്പ് എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടാബ്ലറ്റ് നമുക്ക് എയറുമായിട്ടൊരു കോണ്ടാക്ട് വന്ന് നമുക്കത് അതിന്റെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലല്ല നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ പാക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇത് ആരൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻസസ് തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്ത എല്ലാ പെൺകുട്ടികളും സ്ത്രീകളും അത് കഴിക്കേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ന്യൂട്രിചാർജ് വുമൺ എന്ന് പറയുന്നത്. അത് തന്നെയല്ല, നമുക്ക് ചില സ്ത്രീകൾക്ക് മെനോപോസ്, അതായത് ആർത്തവിരാമം വന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് നോർമൽ ആണെങ്കിൽ മാത്രമേ അവർക്ക് ന്യൂട്രിചാർജ് വുമൺ മാൻ കൊടുക്കാൻ പാടുള്ളൂ, വുമണിന് പകരം. അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രിചാർജ് വുമൺ തന്നെ അവരെ കൊണ്ട് നിർബന്ധമായിട്ടും കഴിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. വേറൊരു കാര്യം എൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമുക്ക് അയണിന്റെ ഒരു അളവ് വളരെ കുറവാണെങ്കിൽ നമുക്ക് പ്രഗ്നന്റ് വുമണിൽ നമുക്കറിയാം ഒരു കുട്ടിക്ക് വേണ്ടുന്ന പോഷകഘടകങ്ങളും അവരുടെ ശരീരത്തിൽ എപ്പോഴും വേണം അല്ലെ. അപ്പൊ 35 മില്ലിഗ്രാം അയണാണ് ആദ്യ പ്രകാരം വേണ്ടത്. അപ്പൊ 35 മില്ലിഗ്രാം അയൺ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിചാർജ് വുമൺ 2 നേരം കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ കാൽസ്യം വേണ്ടത് 1200 മില്ലിഗ്രാം ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് കഴിക്കേണ്ടത്? നമുക്ക് ന്യൂട്രിചാർജ് വുമൺ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം കഴിക്കുക. അതുപോലെ ന്യൂട്രിചാർജ് വുമൺ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം 50 പോഷകങ്ങൾ അടങ്ങിയ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റ് ആണല്ലേ നമ്മുടെ ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ അത് കഴിച്ച് നമ്മുടെ അതിനകത്ത് എല്ലാ പോഷകങ്ങളും വെള്ളത്തിൽ അലിഞ്ഞ് രക്തത്തിൽ അലിഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പറയണം. അത് നമ്മൾ എത്ര നാൾ കഴിക്കാന്ന് വെച്ചാൽ നമ്മുടെ എത്ര നാൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുവരെ നമ്മൾ കഴിക്കേണ്ടത്. കാരണം നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെന്റ് എപ്പോഴും നമ്മുടെ ഭക്ഷണങ്ങൾ എന്നും നമ്മൾ കഴിക്കും, പക്ഷെ ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഭക്ഷണത്തിലെ പോഷക ന്യൂനതകൾ നികത്താൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫുഡ് സപ്ലിമെന്റ് നമ്മൾ കുറെ നാളുകളിൽ നമുക്ക് നിലനിർത്തി കഴിക്കേണ്ട ആവശ്യമുണ്ട്. കമ്പനിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, കമ്പാരിസൺ ചെയ്യുമ്പോൾ
നമ്മുടെ ന്യൂട്രിചാർജ് വുമണിൽ 50 പോഷകങ്ങൾ വരുന്നുണ്ട് അല്ലെ. അതുപോലെ അമിനോ ആസിഡ് 5 വരുന്നുണ്ട്, ഫ്രൂട്ട് ബ്ലെൻഡ് 13 വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ദിവസത്തേക്ക് 16 രൂപയെ നമുക്ക് അതിന് ചെലവ് വരുന്നുള്ളൂ. മറ്റുള്ള കമ്പനികൾ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാലേ, പോഷകങ്ങൾ വളരെ കുറവും ഏകദേശം ഒരു കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വില കൂടുതലുമാണ്. അപ്പൊ ന്യൂട്രിചാർജ് വുമൺ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് കുറച്ച് എല്ലാവരും നല്ല രീതിയിൽ ഇത് ഏറ്റെടുക്കുക. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ 6 ബേസിക്സിൽ പറയുന്നത് പോലെ നമ്മൾ ആദ്യം സ്വയം ഉപയോഗിക്കുക, നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളെ കൊണ്ട് പെൺകുട്ടികളെ കൊണ്ട് ഉപയോഗിക്കുക. ഈ നമുക്ക് കിട്ടിയ ആരോഗ്യവും അനുഭവങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ എത്തുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു അവസരം തന്ന എനിക്ക് എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. JRCM, ഗുഡ് ആർസിയം, ഹമാര ചാർജ്, ന്യൂട്രി ചാർജ്. താങ്ക് യു സർ.